അന്ന് എനിക്ക് ഭയങ്കര കാലിന് ഉപ്പുറ്റി വേദനയുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദമൊക്കെ ചെയ്തെങ്കിലും ഒരു ഫലമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തൈലം വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉപ്പുറ്റി വേദന ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് എനിക്ക് ഉപ്പുറ്റി വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഭവനത്തിൻ്റെ പണി എനിക്ക് ഒരു 4 വർഷമായിട്ട് മുടങ്ങി കിടക്കുകയായിരുന്നു. അത് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ അച്ഛൻ്റെ 2019 മുതൽ ഇവിടെ വന്ന് കൊറോണയ്ക്ക് മുമ്പ് എന്നും വന്ന് ധ്യാനം കൂടുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ യൂട്യൂബിൽ കൂടുകയും അത് എന്ന് സ്റ്റാറ്റസ് ഇടുകയും എല്ലാ ചൊവ്വാഴ്ച ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഇപ്പോൾ എല്ലാ മാസം ഡെയിലി ബ്രെഡ് കൂടുകയും അത് സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. കഴിഞ്ഞ മാസം ഒരു ബുധനാഴ്ചയായിരുന്നു ഒരു കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കുട്ടി ഒരു 22 പവൻ സ്വർണ്ണമായിട്ടായിരുന്നു വന്നിരുന്നത്. സാരി എടുത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 2 നെക്ലസ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാച്ചാവുമെന്ന് നോക്കി. അപ്പോൾ അതിൽ നിന്ന് കൊച്ചിന് അത്ര സ്യൂട്ടാവുമെന്ന് തോന്നിയില്ല. എൻ്റെ കയ്യിലിരുന്ന ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു റോൾഡ് ഗോൾഡ് നെക്ലസ് ആണ് കുട്ടി ഇട്ടുകൊണ്ട് പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ കൊച്ചിൻ്റെ അമ്മയും അനിയത്തിയുടെ കൊച്ചും 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ആദ്യം കൊച്ച് എൻ്റെ നെക്ലസ് ഇടുകയും ബാക്കി 22 പവൻ സ്വർണം അമ്മയുടെ കയ്യിലേക്ക് മടക്കി കൊടുക്കുകയും ചെയ്തു. അവർ അങ്ങനെ ആദ്യം മോള് പോയി. അത് കഴിഞ്ഞ് ആ സ്വർണം കൊണ്ട് അമ്മയും ആ കൊച്ചും വേറെ അനിയത്തിയുടെ മോളും ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടി പോവുകയും ചെയ്തു. ബുധനാഴ്ച എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ശനിയാഴ്ചയായിരുന്നു മാരേജിൻ്റെ ദിവസം തലേ ദിവസം കൊച്ചിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. വെള്ളിയാഴ്ച കൊച്ച് എന്നെ വിളിച്ചിട്ട് പറയാണ്, ചേച്ചി എൻ്റെ അടുത്ത് സ്വർണ്ണമില്ല, ചേച്ചി ഒരു കാര്യം ചെയ്യുക. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീടിൻ്റെ മുകളിലാണ്. അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യുക, ചേച്ചി വീട്ടിലൊന്ന് നോക്കാം മുകളിൽ, എൻ്റെ വീട്ടിൽ സ്വർണ്ണമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോള് ബുധനാഴ്ച എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ബുധൻ വ്യാഴം വെള്ളി ഇത്രയും ദിവസമായിട്ട് സ്വർണ്ണം ഇല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ എന്നും വർക്കായിട്ട് വീട്ടിൻ്റെ മുകളിൽ കയറണതാണ്, അവിടെ ഇല്ല സ്വർണ്ണം എന്ന് പറഞ്ഞു. പക്ഷേ കൊച്ച് പറയും അവിടെ ഉണ്ട് ചേച്ചിയുടെ, അവിടെ ഉണ്ടാവും സ്വർണ്ണം, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നിൽക്കാതെ ആ കൊച്ചിൻ്റെ അമ്മ ഓട്ടോ വിളിച്ച് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അന്ന് തന്നെ ബുധനാഴ്ച വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ടിൻ്റെ അടിയിലേക്ക് തന്നെ ഞാൻ സ്വർണം ഇട്ട് വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് പെര പൂട്ടിയിട്ട് ആ റൂമും പൂട്ടി വീടും പൂട്ടിയിട്ടാണ് ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോയത്. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്ത് ഒരു കവറ് മാത്രമേ ഉള്ളൂ, ഈ സ്വർണം ഒന്നുമില്ല എന്ന് പറയാണ്. പക്ഷേ ഞാൻ അന്ന് കൊണ്ടുപോയെങ്കിൽ എൻ്റെ കൊച്ച് എനിക്ക് സ്വർണം കവറിലിട്ട് തന്നെങ്കിൽ ഞാൻ അത് തുറന്നു നോക്കിയില്ല എന്നും പറഞ്ഞു. അപ്പം ഞാൻ ആകെ ഇതായി. അത് കഴിഞ്ഞിപ്പിക്കും അപ്പം തന്നെ ആ കൊച്ചിൻ്റെ ആങ്ങളെയും കൂടിയും വന്നു. ആങ്ങളെ വന്നിട്ട് ഞാൻ പറഞ്ഞു, കാരണം എൻ്റെ വീടിൻ്റെ മുകളിൽ 3-4 ബെഡ്റൂമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്ത എല്ലാ കബോർഡുകളും എല്ലാം തുറന്ന് നോക്കിക്കോ. +2 പഠിക്കുന്ന ആങ്ങളെയാണ്. ആ കൊച്ച് എല്ലാ കബോർഡുകളൊക്കെ തുറന്ന് നോക്കി. അപ്പം അവർക്ക് എന്തോ ഒരു അവിശ്വാസം മാതിരി. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ സ്വർണ്ണം ഇല്ല, കാരണം നിങ്ങൾ അന്ന് കൊണ്ടുപോയതല്ലേ. അപ്പോൾ കൊച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എടുത്തു വെച്ചിരുന്നു സ്വർണം, പക്ഷേ അമ്മച്ചി അത് തുറന്ന് നോക്കിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്വർണ്ണം കാണില്ല എന്ന് പറയുന്ന നിമിഷം മുതൽ ഞാൻ ഈ കാശുരൂപ അമ്മയുടെ കാശുരൂപ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം അപ്പം മുതൽ ഞാൻ ചെല്ലുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ അമ്മ മാതാവിൽ അത്രയും വിശ്വസിക്കുന്നതാണ്. ഒരു 7-8 വർഷമായിട്ട് ഞാൻ ഈ പാർലർ മുകളിൽ കൊണ്ടുപോയി നടക്കുന്നതാണ്. ഇന്നേ വരെ ഒരു സ്വർണ്ണവും കാടാനായി പോയിട്ടില്ല. പക്ഷേ അമ്മ മാതാവ് ഇതെനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പ് മോള് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലായിടത്തും വിതരണം, വിശ്വാസപ്രമാണം ചെല്ലുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവരുടെ വീട്ടിലൊരു ആൾക്കാരൊക്കെ കൂടി അവർ എന്നിട്ട് പോവുകയും ചെയ്തു. അരമണിക്കൂർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചും കൊണ്ട് അവർ പറഞ്ഞു, അമ്മയും മോളും പറഞ്ഞു, ചേച്ചി ഞങ്ങളിവിടെ എല്ലായിടത്തും ഉപ്പൊക്കെ വിതറി, പക്ഷേ ഈ സ്വർണ്ണം ഇവിടെ ഇല്ല, ചേച്ചി ഒരു കാര്യം ചെയ്യുമോ, ചേച്ചിയുടെ വീടിൻ്റെ താഴത്തെ നിലയിലും കൂടി നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം 22 പവൻ സ്വർണ്ണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിൽ എത്രമാത്രം വിലയുള്ളതാണെന്ന്. അപ്പോൾ താഴത്തെ നിലയിൽ നോക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സംശയം എന്നെ തന്നെയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞാനിവിടെ സാക്ഷ്യം വന്ന് പറഞ്ഞോളാം, എനിക്ക് അമ്മ മാതാവ് എനിക്ക് ആ സ്വർണം തെളിയിച്ച് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. കാരണം പിറ്റേ ദിവസം ശനിയാഴ്ച കൊച്ചിൻ്റെ കല്യാണമാണ്. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി, ഈ കാശുരൂപ എൻ്റെ കയ്യിലുണ്ട്, മാതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറയാണ്, അമ്മ വിളിച്ചു പറഞ്ഞു സ്വർണം കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു പറഞ്ഞു, എൻ്റെ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അടുക്കളയിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മയുടെ അനീത്തിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അനീത്തി പറഞ്ഞു,
നീ അന്ന് ബുധനാഴ്ച എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് ധൃതി പിടിച്ച് ഓടി വരുന്നപ്പോൾ തിരക്ക് പിടിച്ച് അടുക്കളയിലേക്ക് ഒരു കവറായിട്ട് പോണത് ഞാൻ കണ്ടു, അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മാതാവാണ് ആ പറഞ്ഞു കൊടുത്തത്. കാരണം കവറ് ബുധൻ വ്യാഴം വെള്ളി 3 ദിവസം അടുക്കളയിൽ സ്വർണം അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ടാണ് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ പത്രങ്ങൾ കിട്ടുന്നതൊക്കെ ഞാൻ എൻ്റെ പള്ളിയിൽ എന്നെ ഇടവകയിൽ തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. ഇടവകയിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും ഒരു ഇവൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കും. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഇടവകയിൽ കൊടുക്കും, വീടുകളിൽ കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഇല്ലെങ്കിലും ഞാൻ ഇവിടെ